അതിനകത്ത് ആദ്യത്തെ 8 വർഷവും ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷെ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലെത്തുന്ന, രാവിലെ ഒരു 9:30 ശേഷം ഇറങ്ങുന്ന സാധാരണ ജോലിയാണ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും. ഇതല്ലാതെ വരുന്ന സമയം എന്ന് പറയുന്നത് കളക്ടർ ആവുന്ന സമയമായിരുന്നു. 2 വർഷം കളക്ടർ ആയിരിക്കുമ്പോൾ ശരിക്കും 8:30, 9:30, 10:30 എന്നൊക്കെ പറഞ്ഞ് സമയം പോകും. അപ്പോഴൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ, അതായത് നിങ്ങളുടെ ജോലി വളരെ ഡിമാൻഡിങ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് നിങ്ങളുടെ കമ്പാനിയൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ എന്താണ് വീട്ടിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഏത് രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന, ഏത് രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന, ഏത് രീതിയിൽ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്ന, ഏത് രീതിയിൽ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നിങ്ങൾക്കൊപ്പം വേണ്ടതെന്ന് നല്ല ക്ലാരിറ്റി ഉണ്ടാവുക. താങ്ക്ഫുള്ളി ശരിക്കും എൻ്റെ കുടുംബം മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബവും വളരെ കൂടുതൽ ശരിക്കും എൻ്റെ ജോലിയെ സഹായിക്കുന്ന രീതിയിൽ എന്നോടൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ മോള് ഏകദേശം 2 വയസ്സുള്ള സമയത്താണ് ഞാൻ കളക്ടറായിട്ട് തൃശ്ശൂർ എത്തുന്നത്. ചില ദിവസങ്ങൾ എൻ്റെ അമ്മ ഇവിടെ തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് മോളുടെ വീഡിയോ എടുത്ത് അയച്ചു തരും. 7:30 ആകുമ്പോൾ അങ്ങനത്തെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അയാൾ നിന്ന് കരയുന്ന വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതായത് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയുന്ന വീഡിയോ. അപ്പോഴത്തേനും ശരിക്കും ഒന്നുകിൽ ഞാൻ വീട്ടിലേക്ക് എത്തി അയാളെ എടുത്തു വെച്ച് അയാളെ മടി വെച്ച് ബാക്കി ഫയൽസ് അവിടെ ഇരുന്ന് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ മോളെ ചിലപ്പം ഞാൻ കളക്ടറേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ ചിലപ്പോൾ അച്ഛന് കൂടെ വരും. അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും എൻ്റെ അമ്മയും മാറി മാറിയാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്, തൃശ്ശൂരാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും. അപ്പൊ ഈ 2 ഫാമിലി ഒരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ മോള്, എൻ്റെ ഹസ്ബൻഡ്, ഞാൻ, എൻ്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന ആ ഒരു ഇക്കോസിസ്റ്റം വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ജോലി ഇതാവുമ്പോൾ, ഇങ്ങനെ ഡിമാൻഡിങ് ആവുമ്പോൾ നമ്മളിൽ നിന്ന് ഇപ്പൊ എന്നും രാവിലെ എണീറ്റ് എന്നും രാവിലെ എണീറ്റ് ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പലപ്പോഴും അവധി കിട്ടുമ്പോൾ കുക്ക് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എല്ലാ പ്രാവശ്യവും കുക്ക് ചെയ്ത് ശരിക്കും പാക്കറ്റിലാക്കി എനിക്ക് കൊടുത്തേക്കാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പൊ എനിക്കൊരു സഹായത്തിന് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് കുക്കിംഗ് കൂടുതലും ചെയ്യാറുള്ളത്. ഏതെങ്കിലും അവധി ദിവസം അത് ഹസ്ബൻഡ് ശരിക്കും അദ്ദേഹത്തിന് അറിയാവുന്നത് അദ്ദേഹവും കുക്ക് ചെയ്യാറുണ്ട്, എനിക്കറിയാവുന്നത് ഞാനും കുക്ക് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയം ചെലവാക്കൽ കൂടിയാണ്. അപ്പൊ അങ്ങനെ പ്രയോറിറ്റീസും ഞങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നതെന്നും വളരെ ക്ലാരിറ്റിയോടെ സെറ്റ് ഔട്ട് ചെയ്ത് വേണം നമ്മൾ ജീവിതം തുടങ്ങാനായിട്ട്. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജോലി വളരെ കൂടുതൽ സമയം ഡിമാൻഡ് ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ കൂടെയുള്ളവര് നമുക്ക് തരുന്ന സമയം വളരെ വിലപ്പെട്ടതാണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്നതും അതുപോലെ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഷെയർ ചെയ്യുന്ന നല്ലൊരു പാർട്ട്ണർ ഉണ്ടാവുക. അത് ഇനേബിൾ ചെയ്യുന്ന ഒരു വീട് ഉണ്ടാവുക, ഒരു അച്ഛനും അമ്മയും ഒരു ഫാമിലി ഉണ്ടാവുക. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും. അപ്പം ഞാനിപ്പോ കളക്ടറായിട്ട് ഒരു പക്ഷേ 8:30 വരെ എനിക്ക് ഓഫീസിൽ ഇരിക്കേണ്ടി വന്നാൽ, ചിലപ്പോൾ ചാലക്കുടി പുഴയൊക്കെ കവിഞ്ഞൊഴുകുന്ന സമയങ്ങളൊക്കെ ഞാൻ കൺട്രോൾ റൂമിലാണ് മുഴുവൻ സമയം ഇരിക്കാറില്ല. രാത്രി മുഴുവൻ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട്. 5-6 ദിവസം ശരിക്കും മുഴുവൻ സമയം കൺട്രോൾ റൂമിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ശരിക്കും എന്തെങ്കിലും കഴിച്ചോ എന്ന് രാത്രി ഒരു 9:30 ആകുമ്പോഴത്തേന് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയോ എന്നൊന്ന് വിളിച്ച് ചോദിക്കുന്ന, ഞങ്ങളിപ്പം മെസ്സേജ് കൊടുക്കുന്നതിനിടയിൽ ഒരു പക്ഷേ ഹസ്ബൻഡിൻ്റെ ഒരു മിസ്ഡ് കോള് കണ്ടാൽ തിരിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് സമയം കിട്ടുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, മോൾ എങ്ങനെ ഇരിക്കുന്നു ഒന്ന് വീഡിയോ കോളിൽ കണ്ട് അവിടെ വെച്ച് തിരിച്ച് ഞാൻ വീണ്ടും എൻ്റെ ജോലിയിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ എൻ്റെ മോളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുന്ന, ശരിക്കും അങ്ങനെ പറഞ്ഞ് ഒരു പക്ഷേ കൺട്രോൾ റൂമിലോട്ട് അവളെ ഒന്ന് കൊണ്ടുവന്നിട്ട് കുഴപ്പമില്ല ഒരു ഉമ്മ കൊടുത്ത് തിരിച്ച് പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരു കൂട്ടിനൊരാൾ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഞാൻ സന്തോഷമായിട്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം അതൊരു പാർട്ട്ണർ സെലക്ഷനിൽ അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതം കൂടെ ജീവിക്കാൻ ആരാ വേണ്ടത്, ശരിക്കും പ്രണയത്തിന്റെ എന്ത് ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ ഉള്ളതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. 2, നമ്മള് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്ന് രാവിലെ എണീറ്റ് വീട്ടിലേക്ക് വേണ്ട എല്ലാം കുക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും പറ്റാറില്ല. വളരെ അപൂർവമായിട്ട് ശരിക്കും എനിക്ക് അവധി ദിവസം കിട്ടുമ്പോൾ മോള് നേരത്തെ കൂട്ടി ഡിമാൻഡൊക്കെ പറയും. അതായത് അമ്മ എനിക്ക് ഇന്ന സാധനം ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോഴത്തേനും അതൊക്കെ മനസ്സിലൊക്കെ വെച്ച് ചിലപ്പോൾ റെസിപ്പിയൊക്കെ പഠിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധാരണ അമ്മ. അത് ഞാൻ മാത്രമല്ല, കുക്കിംഗ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും സ്ത്രീ ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരാളും അല്ല എൻ്റെ പാർട്ട്ണർ. അപ്പം
ശരിക്കും അദ്ദേഹവും കുക്ക് ചെയ്യാറുണ്ട്, ഞാനും കുക്ക് ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ എല്ലാ കാര്യവും ഞങ്ങൾ എങ്ങനെ ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റും, ആ ഷെയറിങ് എങ്ങനെ ഞങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ തരുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്യുന്ന മനുഷ്യരാകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വളരെ ക്ലാരിറ്റി വേണം നമുക്ക് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ. നമ്മൾ എന്തൊക്കെ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. ഇപ്പൊ രാവിലെ 4 മണിക്ക് എണീറ്റ് ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ എന്താ പറയുക കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ചെയ്ത് ഒരു 8 മണിയാവുമ്പോഴത്തേനും റെഡിയായി ഓഫീസിലേക്ക് വന്ന് തിരിച്ചിപ്പം ഞാൻ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ലല്ലോ, ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഒരു 9 മണിയോടെ ഞാൻ വീട്ടിലെത്തും. തിരിച്ച് 9 മണിക്ക് ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ മോളെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കാൻ പറ്റുന്ന ഒരു ജോലിയിലല്ല ഞാനുള്ളത് എന്ന പൂർണ്ണ ഒരു ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കുടുംബവും എനിക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളുടെ ജോലി എന്താണ്. ഗൈനക്കോളജി ആണ് മോള് പറഞ്ഞത്. ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ തീർച്ചയായിട്ടും എന്നെക്കാട്ടിലും കൂടുതൽ ബിസി ആവുന്ന ഒരാളാണ് എൻ്റെ ഡോക്ടർ. അപ്പം കാരണം രാത്രി ഒരുപക്ഷെ 11 മണിക്ക് ഒരു കോള് വന്നേക്കാം, ലേബർ പെയിൻ ആയിട്ട് എൻ്റെ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ഞാനപ്പം ബാക്കി എന്ത് ചെയ്യും. ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ. അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടി എന്താ പറയാ ഞാൻ ലേബർ റൂമിലേക്ക് എത്തിയെങ്കിലേ പറ്റുള്ളൂ. അപ്പം ആ ഒരു സ്പേസ് തീർച്ചയായിട്ടും നമുക്കുണ്ട്. നമ്മുടെ ജോലി പ്രധാനമാണ്, നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിന് ഇന്നതാണ് കൊടുക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതിന് വാല്യൂ ചെയ്യുന്ന ഒരു പാർട്ട്ണർ വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയനാണ് ആ പാർട്ട്ണറിന്റെ സെലക്ഷനാണ്. ആ ഒരു പ്രോസസ്സ്, അത് നമുക്ക് ഇനേബിളിംഗ് ആയൊരു കുടുംബം ഉണ്ടാവുക. നമ്മളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ ഞാൻ വിഷമത്തോടെ എണീക്കുകയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വിഷമത്തോടെ എണീക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഹാപ്പി ആവില്ല. പകരം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ശരിക്കും അതിനെൻ്റെ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുന്നത് എന്തിനൊക്കെയാണെന്ന് എഴുതി ശീലിക്കണം എന്ന്. എപ്പോഴും നമുക്കൊരു നമ്മുടെ ബ്രെയിൻ ഒരു കുഴപ്പമുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻസ്റ്റൻസസ് നമ്മൾ കുറേ കാലം ഓർമ്മയിൽ സൂക്ഷിക്കും. അതേസമയം പോസിറ്റീവായ ഇൻസ്റ്റൻസസ് നമുക്ക് അപ്പോൾ ഒന്ന് സന്തോഷം തോന്നുമെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് ഈ ബ്രെയിൻ മറന്നു കളയും. അത് മറന്നു പോവാതിരിക്കാനും കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ എടുത്ത് നമ്മുടെ ജേർണൽ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യത്തിനകത്ത് നമുക്ക് ഇങ്ങനെ സന്തോഷം തോന്നിയല്ലോ എന്ന് ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ജേർണൽ ചെയ്യണം എന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, എനിക്ക് പറഞ്ഞു തരാനും ഇത്രയേ ഉള്ളൂ. ആ പാർട്ട്ണർ സെലക്ഷൻ വളരെ കൃത്യമായിരിക്കുക മീൻസ് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ സെലക്ട് ചെയ്യുക. 2, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ, ഈ എക്സ്പെക്ടേഷൻസ് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുക, മനസ്സിൽ വെക്കുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാത്തിനും, എല്ലാ പോസിറ്റീവ് കാര്യങ്ങൾക്കും നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ വേണം ഉറങ്ങാൻ കിടക്കാൻ. അത് ശരിക്കും ആരാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് നമ്മൾ പിണങ്ങിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഇപ്പൊ പിണങ്ങി അന്ന് രാത്രി ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ അത് പറഞ്ഞു തീർത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ അന്ന് രാത്രി ഒരു പക്ഷെ സമാധാനം ഇല്ല എന്നൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം ഒരു പക്ഷെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് പറ്റുന്നത് എന്തൊക്കെ, പറ്റാത്തത് എന്തൊക്കെ, ഇത് വളരെ ക്ലിയർ ആയിട്ടും എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ളതും വളരെ കൺവിൻസ്ഡ് ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അത്രയേ ഉള്ളൂ ഇതിനകത്ത്, ബേസിക്കലി അത്രയേ ഉള്ളൂ.